കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 5ാം ക്ലാസ്സുകാരി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. പരിക്കേറ്റ കുട്ടികളെ തളിപ്പറമ്പിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. പിറകിലത്തെ കുട്ടികൾക്കൊന്നും അധികം കുഴപ്പമുണ്ടായിരുന്നില്ല, പ്രശ്നമുണ്ടായിരുന്നു. കുട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ബാക്കിയുള്ള കുട്ടികളെ രക്ഷിച്ച് അകത്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ താഴെയാണ് കുട്ടി ഉണ്ടായിരുന്നത്. ബസ്സിനടിയിലായിരുന്നു, അടിയിൽപ്പെട്ട്. ബാക്കി നമ്മൾ അതിനുശേഷം പുറത്ത് വന്ന് എല്ലാവരും കൂടി വണ്ടി നേരെയാക്കി അടിയിൽ നിന്ന് കുട്ടിയെ വലിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്ന് തന്നെ ഏകദേശം മരിച്ചിട്ടുണ്ടായിരുന്നു. 3:30 സംഭവം. ഞാൻ ഈ കസലിൽ ഇരിക്കുന്നു. ഞങ്ങൾ 3-4 ഈടി ഉണ്ടായിട്ടു. അപ്പോൾ എന്തോ ഒരു ഒച്ച കേട്ടിട്ട് നോക്കുമ്പോൾ ബസ് മറിഞ്ഞു. നമ്മൾ ഇവിടുന്ന് കാണുന്നില്ലല്ലോ. ഒച്ച കേട്ടിട്ട് നോക്കുമ്പോഴേക്ക് ഇങ്ങനെ മറിഞ്ഞതാ നമ്മൾ കാണുന്നത്. എന്നപാടെ നമ്മൾ ഒച്ചയാക്കി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പാഞ്ഞു വന്ന് ഉള്ള കുട്ടികളെല്ലാം പുറത്തിറക്കുമ്പോൾ ഒരു കുട്ടി അങ്ങ് ബാക്കിൽ അടിയിലുണ്ട്. ബസിന്റെ അടിയിൽ ഏറ്റവും പുറകിൽ വശത്ത് ഈ ബസ് കുട്ടിയുടെ മേലെ എന്തോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തൊക്കെ എല്ലാവരും കൂടി ബസ് നിർത്തും. അപ്പൊ കുട്ടി അടിയിൽ പെട്ടുപോയി. ബസിന്റെ അടിയിൽ. ആ കുട്ടിയാണ് ഇപ്പം മരിച്ചത്. സുനിൽ ഐസക് കൊണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, ആ ദൃശ്യങ്ങൾ വളരെ പേടിപ്പെടുത്തുന്നതാണ്. ആ കുട്ടികൾക്കെല്ലാം വലിയ അപകടം പറ്റിയെന്ന് തോന്നിക്കുന്ന രീതിയിലാണ്. ഭാഗ്യവശാൽ മറ്റു കുട്ടികളുടെ അവസ്ഥ അത്ര സാരമായ പരിക്കുള്ളതല്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഈ അപകടത്തിന് കാരണമായത്? കുട്ടികളുടെ അവസ്ഥ ഇപ്പോഴെന്താണ്? നൗഫൽ, കുറുമാത്തൂർ കൂനം ചിന്മയ വിദ്യാലയത്തിന്റെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിലാണ് അപകടമുണ്ടായത്. ഇവിടെ നിന്ന് ഇത് സംസ്ഥാന പാതയാണ്, ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന സംസ്ഥാന പാത. ഇവിടെ നിന്ന് കിരാത്ത് അംഗൻവാടി റോഡ് എന്ന ഒരു റോഡുണ്ട്. ആ റോഡ് വലിയ വളവും കയറ്റവും ഒക്കെ കൂടിയ ഒരു റോഡാണ്. ആ റോഡ് വഴി ഡ്രൈവർ ഇതിന് മുകൾ ഭാഗത്തുണ്ടായിരുന്ന ചില കുട്ടികളെ ഇറക്കിയതിന് ശേഷം തിരികെ വരുന്ന വഴിയാണ് അപകടമുണ്ടാകുന്നത്. ഈ വളവിലൂടെ അമിത വേഗത്തിൽ ബസ് ഒടിച്ചെത്തുകയും അവിടെ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് ഇവിടെ താഴെ സംസ്ഥാന പാതയ്ക്ക് അരികിലേക്ക് പതിക്കുകയുമായിരുന്നു. അതായത് തല കുത്തനെയാണ് ബസ് പതിച്ചത്. അതിനുള്ളിൽ ആ ബസ്സിൻ്റെ അടിയിൽപ്പെട്ട 11 വയസ്സുള്ള നേത്യ രാജേഷ് എന്ന കുട്ടിയാണ് അതിദാരുണമായി അപകടത്തിൽ മരിച്ചത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 20ഓളം കുട്ടികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിൽ 11 കുട്ടികൾ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലുണ്ട്, 7 പേർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലുണ്ട്, ഒരാൾ പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട്. ഡ്രൈവറും ആയും ഇപ്പോൾ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളതെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഒരു കുട്ടി മരിച്ചിരിക്കുന്നു. ഇതിൽ ഈ പരിക്ക് പറ്റിയ കുട്ടികളിൽ 2 കുട്ടികളുടെ പരിക്ക് അല്പം ഗൗരവമുള്ള ഗുരുതരമായ പരിക്കാണ്. 2 കുട്ടികൾക്കും തലയ്ക്ക് പരിക്കുണ്ട്. ആ കുട്ടികളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. സ്ഥിരമായി ബസ് എടുക്കുന്ന ഡ്രൈവർ ആയിരുന്നില്ല ഇന്ന് ബസ് എടുത്തതെന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പകരം വന്ന ഒരാളാണ് ബസ് എടുത്തത്. അയാൾക്ക് ഈ റൂട്ടിൽ അത്ര പരിചയമുണ്ടായിരുന്നില്ല. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ നൗഫൽ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ ഒരു വീടിൻ്റെ മുന്നിൽ നിന്ന് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്ന ഒരാളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ അപകടം കണ്ട ആൾ, താങ്കളുടെ പേരെന്തായിരുന്നു? ഷഫീഖ്. എന്താ ഷഫീഖ് ദൃശ്യങ്ങളിൽ കാണാം ഷഫീഖ് ഓടി വരുന്നത് എന്താണ്? ആക്ച്വലി ദൃശ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല, സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു. സൗണ്ട് കേട്ട് പുറത്ത് വന്ന സമയത്ത് വണ്ടി അടിമറിഞ്ഞ് കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ കുട്ടികളൊക്കെ അതിനകത്ത് കണ്ടു. സ്കൂൾ ബസ്സാണ് മനസ്സിലായി. അപ്പം നമ്മൾ കാണുമ്പോൾ കുട്ടികൾക്കൊന്നും അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരമാവധി നമ്മൾ പറ്റുന്ന കുട്ടികളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവസാനമാണ് ലാസ്റ്റ് ഈ കുട്ടി അടിയിലിങ്ങനെ പെട്ടിട്ട് നമ്മൾ കണ്ടത്. അതായത് തല കുത്തനെ മറിഞ്ഞ ബസ്സിന് അടിയിലായി പോയി. അടിയിലായി പോയി. കുട്ടിയെ പുറത്തെടുത്തപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്കളും ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ അല്ലേ? ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം 2-3 കിലോമീറ്റർ പോകുമ്പോൾ കുട്ടി മരിച്ചത്. പിന്നെ കുട്ടി ഇവിടുന്ന് എടുക്കുന്നതിന് ആയിരുന്നു ഏകദേശം നമുക്ക് തോന്നിയിരുന്നു. പിന്നെ ബ്ലഡ് ചെവിയിലും മൂക്കിലെല്ലാം കൂടി ബ്ലഡ് വന്നിരുന്നു. ഈ ബസ് സ്ഥിരമായി എടുക്കുന്ന ഡ്രൈവർ അല്ല ഇന്ന് എടുത്തിരുന്നത്. നമുക്ക് അവരെ പറ്റിയൊന്നും പരിചയമില്ല. നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നവർ, ഇതിൻ്റെ ചുറ്റോട്ടുള്ളവർ ഞങ്ങൾ.
അങ്ങനെ ഫസ്റ്റിൽ ഓടി വന്ന ഇവനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് കുട്ടി അടിപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന ആരും, പിന്നെ ഉള്ള ആൾക്കാർ കുറച്ചാൾ ബ്ലഡ് കണ്ടിട്ട് പേടിച്ചിട്ട് മാറിക്കുന്നവരും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി ബസ് പൊക്കി. അങ്ങനെയാണ് കുട്ടിയെ പുറത്തെടുത്തത്. പുറത്തോട്ട് പൊക്കിയിട്ട് കുട്ടിയുടെ 2 കാലും പിടിച്ച് പുറത്തോട്ട് ഇട്ടിട്ടാണ് എടുത്തത്. മറ്റേതെങ്കിലും കുട്ടികൾക്ക് നല്ല പരിക്കുണ്ട്? നല്ല പരിക്കില്ല, നോർമൽ ചെറിയ ചെറിയ പരിക്കേ ഉള്ളൂ. 2 കുട്ടികൾക്ക് തലയ്ക്ക് പരിക്കുണ്ട്. കണ്ണൂർ അത് ചെറുതായിട്ട്, എന്നാലും അത് വലുതായി കാണാനൊന്നുമില്ല. ഡ്രൈവറുമായി ഒക്കെ അവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അവരെ അങ്ങനെ നമ്മൾ കുട്ടികളെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അവർ ഡ്രൈവർമാരെ നമ്മൾ നോക്കിയിട്ടില്ല. അവർ കണ്ടില്ല. 20ഓളം കുട്ടികളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇവർ മുകളിൽ കുട്ടികളെ ഇറക്കിയിട്ട് ഇറങ്ങി വരുന്ന വഴിയല്ല? അതങ്ങനെ, അത് ഇതിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെ 2-3 വഴിയിലേക്കും ഒന്നുകിൽ ഈ വഴിക്ക് പോകും. അപ്പോൾ അവിടെയും കുട്ടികളുണ്ട്, ഇപ്പുറത്ത് ഭാഗത്ത് കുട്ടികളുണ്ട്. അവരെ ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ കുട്ടീനെ ചൊർക്കള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറക്കേണ്ടത് തോന്നുന്നു. അതായത് മുകളിൽ കുട്ടികളെ ഇറക്കിയിട്ട് മറ്റു കുട്ടികളുമായിട്ട് താഴെ സംസ്ഥാന പാതയിലേക്ക് വരിക. അതായത് സംസ്ഥാന പാതയിൽ തന്നെ ഇതിലേ കൂടി ഷോർട്ട് റോഡ് ഉണ്ട് അപ്പുറത്തേക്ക്. അതിലേക്ക് കയറിയിട്ട് ഇതിലേ ഇറങ്ങിയിട്ട് അങ്ങനെയാണ് പോകുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത്. അതായത് ഈ വഴി കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് വലിയ ഇറക്കവും വളവും എല്ലാം കൂടിയ ഒരു വഴിയാണ്. ആ വഴിയാണ് ഈ ബസ് ഇറങ്ങി സംസ്ഥാന പാതയിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന വഴി ഇവിടെ എത്തുമ്പോൾ ഒരുപക്ഷെ ബസ്സിന് നിയന്ത്രണം വിട്ടതാണോ എന്നറിയില്ല. പക്ഷേ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരം. പക്ഷേ ബ്രേക്ക് ചവിട്ടിയതിൻ്റെ അടയാളങ്ങൾ ആ റോഡിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. വലിയ ആഴത്തിൽ തന്നെ ഈ ബ്രേക്ക് ചവിട്ടിയതിൻ്റെ പാട് ഇപ്പോഴും റോഡിൽ കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാവാനുള്ള സാധ്യത കുറവാണ്. നിയന്ത്രണം വിട്ടതാവണം എന്നാണ് ായിരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്. എന്തായാലും ഈ കുട്ടി, ഈ നേത്യ എന്ന് പറയുന്ന കുട്ടി ബസ്സിന് അടിയിൽ പെട്ടുപോയി. ഒരുപക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായ, കാരണം അത്ര വലിയ ആഘാതത്തിലാണ് ബസ് താഴേക്ക് മറിഞ്ഞ് വീഴുന്നത്. അതുകൊണ്ട് അതിനിടയിൽ തെറിച്ച് ഈ ബസ്സിൻ്റെ അടിയിൽപ്പെട്ടു പോകാനാവാനാണ് സാധ്യത. എന്തായാലും കുട്ടിയെ പുറത്തെടുക്കാൻ ഒരല്പം വൈകി. കാരണം ബസ് ഉയർത്തിയതിന് ശേഷമാണ് ഈ കുട്ടിയെ ബസ്സിൻ്റെ അടിയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഇവിടെ നിന്ന് ആശുപത്രിയിലേക്കുള്ള വഴി മധ്യേ കുട്ടി മരിച്ചു എന്നാണ് നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുമായി ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. അതിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട ഈ ബസ്സിൻ്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്രതികരണം എടുത്ത ചില ആളുകളൊക്കെ ആ കാര്യങ്ങൾ ആരോപണം എന്ന നിലയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്ഥിരമായി ഈ ബസ് എടുക്കുന്ന ഡ്രൈവർ അല്ല ഇന്ന് ബസ് എടുത്തിരുന്നത്. തൽക്കാലത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് ഒരു ഡ്രൈവറെ ഏൽപ്പിച്ചതാണ്, പകരം എടുക്കാൻ വന്ന ആളാണ്. മാത്രമല്ല അയാൾ മദ്യപിച്ചിരുന്നു എന്ന ആരോപണം കൂടി ഈ ദൃക്സാക്ഷികളായ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ആദ്യം നമ്മൾ പ്രതികരണം എടുത്ത ചില ആളുകളൊക്കെ അത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബസ്സിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇക്കഴിഞ്ഞ 28-ാം തീയതി അവസാനിച്ചിരുന്നു. പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ ബസ്സുകൾക്കും അത് 30-ാം തീയതി വരെ ബസ് ഓടുന്നതിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ബസ് നിരത്തിലിറക്കുന്നതിന് സാങ്കേതികമായി അല്ലെങ്കിൽ നിയമപരമായി പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബസ്സിന് ഉണ്ടായിരുന്നില്ല. അത് അവസാനിച്ചിരുന്നു. കഴിഞ്ഞ 28-ാം തീയതി തന്നെ അവസാനിച്ചതാണ്. പക്ഷേ നിയമപരമായി സർക്കാർ നീട്ടി നൽകിയതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഡ്രൈവർ ആരായിരുന്നു എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി വ്യക്തതയില്ല എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത്. ആ കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിസാം എന്നൊരാളാണ് ഈ ബസ് എടുത്തിരുന്നത് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അത് അയാളുടെ പേര് പൂർണ്ണമായും കൃത്യമാണോ എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മളിവിടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു നിസാം എന്ന് പറയുന്ന ആളാണ് ഈ ബസ് എടുത്തിരുന്നത്. എന്തായാലും ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ അയാൾ മദ്യപിച്ചിരുന്നു എന്ന അടക്കമുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇയാൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയാണ്. ഇയാളുടെ പരിക്ക് അത്രമേൽ ഗുരുതരമല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് 20-ലധികം വ്യക്തത ലഭിക്കാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ ഏത് രീതിയിലായിരുന്നു വണ്ടി ഓടിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം ഈ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിൻ്റെ ടയറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, അതിൻ്റെ ബ്രേക്കിൻ്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതെല്ലാം വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലാണ് ഈ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥിക്ക് ദാരുണാന്തം സംഭവിച്ചത്. വിവരങ്ങൾ നൽകിയത് സുനിൽ ഐസക്.